പെട്ടെന്നൊരു കാറ്റ് വീശുന്നു, പെട്ടെന്ന് മരങ്ങൾ വീഴുന്നു, കാറ്റ് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന കാറ്റ് എന്ന് പറയുന്നത് 6 കിലോമീറ്റർ വേഗതയിലൊക്കെ സഞ്ചരിക്കുന്ന കാറ്റാണ്. പക്ഷെ അവിടെയാണ് പെട്ടെന്ന് ചെറിയ പ്രദേശം കേന്ദ്രീകരിച്ച് നിന്ന് കറങ്ങുന്ന 10-60 കിലോമീറ്റർ വേഗതയിലൊക്കെയുള്ള ആ ശക്തിയിലുള്ള കാറ്റുണ്ടാകുന്നത്. അവിടെയാണ് മരങ്ങൾ അപ്പാടെ കടപുഴകി വരുന്നത്. സൂചിപ്പിച്ചതുപോലെ അപകടമുണ്ടാവുകയും. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഇത്രയധികം കടപുഴകി വീഴുക, ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുക എന്നത് ഈ വർഷം സംഭവിച്ച ഒരു കാര്യമായിരിക്കും. അതാണ് മഴയ്ക്കൊപ്പം കനത്ത കാറ്റ്. പതിവില്ലാത്ത വിധം കേരളത്തിൽ കാറ്റിന്റെ ശക്തി ഏറിയിരിക്കുന്നു എന്നതാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത്. അതിൻ്റെയാണ് ഈ അപകട ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 4 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 2000-ത്തിലധികം മരങ്ങളാണ് കടപുഴകി വീഴ്ന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് 462 മരങ്ങളാണ് കടപുഴകി വീണത്. ഏകദേശം ഒരു കണക്കാണ്, കാരണം ഓരോ നിമിഷവും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് മാത്രം 100-ലേറെ മരങ്ങൾ കടപുഴകി വീണു. അത് ചെറുതും വലുതുമായി അത്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ട്രാക്കിൽ ഈ മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടാകുന്നതും പതിവായിരിക്കുന്നു. പലയിടത്തും പത്തനംതിട്ടയിൽ 148 മരങ്ങൾ, കോട്ടയത്ത് 40 മരങ്ങൾ. ഇത് ഏകദേശം ഒരു കണക്കാണ്. പ്രേക്ഷകർ ശ്രദ്ധയിലേക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. കാരണം ഓരോ നിമിഷവും കാറ്റ് വീശുന്നു, മഴ ശക്തി പ്രാപിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ്. പത്തനംതിട്ടയിൽ മരം വീണ് 18 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ഇതുവരെ 148 മരങ്ങൾ കടപുഴകി എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ കണക്ക്. കോട്ടയത്ത് നമ്മൾ പറഞ്ഞതുപോലെ 40 മരങ്ങളും. ഇടുക്കിയിലെ റോഡ് ഗതാഗതം മരം വീണ് പലതവണ തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ ഏകദേശം 35 ഇടത്താണ് മരം കടപുഴകി വീണത്. ആലപ്പുഴയിൽ മാത്രം അത് 124 ഇടങ്ങളുണ്ട്. നമ്മൾ ആലപ്പുഴയിലത്തെ വിവരങ്ങൾ നേരത്തെ രഘു പങ്കുവച്ചതാണ്. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടാണ്, ശക്തമായ നിലയിൽ നിൽക്കുന്നു, മരങ്ങൾ വീഴുന്നു, ഇലക്ട്രിക് പോസ്റ്റുകൾ വീഴുന്നു. അത് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളായി മാറും. എറണാകുളത്ത് മരം വീണ യുവാവ് മരിച്ചു. ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. ജില്ലയിൽ ഇതുവരെ 650 മരങ്ങളാണ് വീണത്. പാലക്കാട് 80 മരങ്ങളും വീണു. നിരവധി കുടുംബങ്ങൾക്കാണ് ഇതുമൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്ത് 60 ഇടത്ത് മരം വീണു. തൃശ്ശൂരിൽ 97 ഇടങ്ങളിൽ മരം വീണിരിക്കുന്നു. ഇത് വീടുകളോട് ചേർന്നുള്ള ആകാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്തുള്ളത്, ജംഗ്ഷനുകൾ, പ്രധാനമായും ഈ ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെയുള്ള വലിയ മരങ്ങൾ അറിയാം. അവിടെയൊക്കെ ഇത്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോഴിക്കോട് വടകരയിൽ മരം വീണൊരു മരണമുണ്ടായി. പലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി. ഇതുവരെ 176 മരങ്ങളാണ് അവിടെ കടപുഴകിയത്. വയനാട് 62 മരങ്ങളാണ് കടപുഴകി വീണത്. ഒപ്പം കാസർഗോഡ് 90 ഇടങ്ങളിൽ മരം കടപുഴകി വീണു. കണ്ണൂരിലും സമാനമായ നിലയിൽ 210 ഇടത്ത് മരം കടപുഴകി വീണു. ഇതെല്ലാം ഓരോ നിമിഷവും മാറാവുന്ന കണക്കുകളാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ഉണ്ടാകാത്ത നിലയിൽ അത്രയധികം അപകടങ്ങൾ ഈ കാറ്റ് മൂലം ഉണ്ട് എന്നതാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇത് ഫയർഫോഴ്സിന് കിട്ടുന്ന വിവരം കൂടിയാണ്. നമ്മളിപ്പോ ഇന്നലെ നമ്മൾ വീടിന്റെ അടുത്ത് മരം വീണ് നമ്മൾ ഫയർഫോഴ്സിനെ അറിയിക്കുന്നില്ല, നമ്മൾ മാത്രം ചേർന്നത് വെട്ടിമാറ്റുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ ഇതിന്റെ എത്രയോ ഇരട്ടി സംഭവിക്കുകയായിരിക്കും. അതാണ് ഫയർഫോഴ്സും പറയുന്നത്. ഞങ്ങൾക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുക്കും, കാരണം അത്രയധികം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്.